പുതിയ നിയമത്തിൽ 2 സുന്ദരമായ ചിത്രങ്ങളുണ്ട്. സെയിൻറ്റ് പോള് 276 ആളുകളുമൊപ്പം കപ്പൽ യാത്ര നടത്തുമ്പോൾ കടുത്ത കൊടുങ്കാറ്റ്, തിരമാലകൾ ആഞ്ഞുയരുന്നു. 14 ദിവസങ്ങളായിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ മനുഷ്യൻ എന്താ ചെയ്യുക? ഒരു അപ്പക്കഷ്ണമെടുത്ത് നന്ദി പറഞ്ഞ് അത് വാഴ്ത്തി മുറിച്ച് അവർക്ക് നൽകി. അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതോടുകൂടി ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടായി. കൊടുങ്കാറ്റ് ശമിച്ചു. ഇങ്ങനെയല്ലേ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ഇതൊരു ഫ്രെയിമൊന്ന് കണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കുക. നിങ്ങളുടെ ജീവിത നൗക ആടി ഉലയുകയാണ്. എപ്പോഴാണ് മുങ്ങിപ്പോവുക എന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും നന്ദി പറയണം. എന്തിന്? ഇത്രയും നാൾ വഴി നടത്തിയതിന്, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി എന്ന് നന്ദിയോടുകൂടി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തിരമാലകളൊക്കെ അപ്രത്യക്ഷമാകാം. ഇനി സെയിൻറ്റ് പീറ്റർ, അദ്ദേഹത്തെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ചങ്ങലക്കിട്ടിരിക്കുന്നത് അങ്ങേറ്റ കുപ്രസിദ്ധമായൊരു ജയിലിലാണ്. ആ ജയിലിൽ അകപ്പെട്ടവർ തന്നെ വല്ലാതെ മാനസിക വിഭ്രാന്തി വന്ന് മരിച്ചു പോകാറുണ്ട്. അങ്ങനെയുള്ള ജയിലിൽ കിടക്കുന്ന ഇദ്ദേഹം എന്താ ചെയ്തത്? ദൈവത്തിന് നന്ദി പറഞ്ഞു. നടത്തിയ വഴികൾക്ക് നന്ദി, വിരുന്നൊരുക്കിയതിന് നന്ദി, കൂടെ നടന്നതിന് നന്ദി, എല്ലാത്തിനും നന്ദി പറഞ്ഞു. പിന്നെ നമ്മൾ ഈ മനുഷ്യൻ എന്താണ് കാണുക? ചങ്ങലയിൽ കിടക്കുന്ന മനുഷ്യൻ, അങ്ങേറ്റ കുപ്രസിദ്ധമായ കൃത്യമായി വായുസഞ്ചാരം പോലുമില്ലാത്ത ഒരു ഗുഹയിൽ കിടക്കുന്ന ആൾ അടുത്ത ദിവസം ശിരച്ഛേദം നിർവഹിക്കപ്പെടും. അതും ഉറപ്പാണ്. നമ്മൾ ഇയാൾ എങ്ങനെയാണ് കാണുക? ഇയാൾ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. നാളെ നിങ്ങൾ മരിക്കും, ക്രൂരമായ വിധത്തിൽ മരിക്കും. എന്നിട്ട് നിങ്ങൾ ഇന്ന് സ്വയം മറന്ന് ഉറങ്ങുകയാണ്. അതിന് കാരണം എന്താണ്? ഇയാൾക്ക് എല്ലാത്തിനോടും നന്ദി മാത്രമേ ഉള്ളൂ. ജീവിതത്തിനും നന്ദി, മരണത്തിനും നന്ദി. ഈ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രശാന്തത വന്ന് നിറയാറുണ്ട്.